വയനാടിന് കൈത്താങ്ങാകാൻ ഹോട്ടൽ വ്യാപാരിയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക കണ്ടെത്താൻ കൂത്തുപറമ്പ് അടിയറപ്പാറയിലെ കല്യാണി ഹോട്ടൽ ഉടമകളായ പനോളി ദിനേശനും ഭാര്യ ടി.പി. ഷീജയും ചേർന്നാണ് ഞായറാഴ്ചയും ഹോട്ടൽ തുറന്ന് പ്രവർത്തിപ്പിച്ചത്. വ്യാപാരം നടത്തി കിട്ടിയ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി തിങ്കളാഴ്ച നഗരസഭാ ചെയർമാന് കൈമാറും. സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നതിലും കൂടുതലായി കപ്പ, ചിക്കൻ, പുട്ട് തുടങ്ങിയ വിഭവങ്ങളാണ് ഞായറാഴ്ച ഇവർ ഹോട്ടലിൽ ഉണ്ടാക്കിയത്. ഇതേക്കുറിച്ച് ഹോട്ടൽ ഉടമ ദിനേശൻ, എല്ലാ ഞായറാഴ്ച ലീവാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് തുറന്നിട്ടുള്ളത്. ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഇന്നത്തെ ഫണ്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ കച്ചവടത്തിൻ്റെ എല്ലാം ഒന്നും നമ്മളെ പണിക്കാരനടക്കം ഇതിന് ഭാഗമാക്കാൻ. രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് കട തുറന്ന് പ്രവർത്തിപ്പിച്ചത്. മക്കളായ ഷിബിൻ, ജിതിൻ എന്നിവരും ഹോട്ടൽ തൊഴിലാളി രാജുവും ഇവർക്ക് സഹായവുമായി ഉണ്ടായിരുന്നു. ദിനേശന്റെ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു ഭക്ഷണം കഴിക്കാനെത്തിയവർക്കും. കല്യാണി ഹോട്ടലിൻ്റെ ഓണർ ദിനേശാണ് മകൻ ഷിജിനും ഇത്തരത്തിലുള്ളൊരു സംരംഭം, ഇത്തരത്തിലുള്ളൊരു തീരുമാനമെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ സന്തോഷത്തിൽ ഞങ്ങളും ഈ നാട്ടുകാരും പരമാവധി ഈ സന്തോഷത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരു ദിവസത്തെ വരുമാനം എന്നുള്ള നിലയിൽ തന്നെയാണ് ദിനേശാട്ടൻ കൈകാര്യത്തിൽ. വയനാട് പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദിനേശാട്ടൻ്റെ കല്യാണി ഹോട്ടൽ ഒരു നാട്ടിലെ ആദ്യമായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാവരും അതിന് പങ്കെടുത്ത് വിജയിപ്പിക്കുക. ഇത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് നഗരസഭ വൈസ് ചെയർമാൻ വി. രാമകൃഷ്ണൻ പറഞ്ഞു. അടിയറപ്പാറ കല്യാണി ഹോട്ടലിൻ്റെ ഉടമ ശ്രീ ദിനേശനും എൻ്റെ മകൻ ഷിബിനും കൂടി ചേർന്നുകൊണ്ട് ഉച്ചവരെ ഞായറാഴ്ചയായിട്ട് പോലും കച്ചവടം നടത്തുകയും ഇന്ന് കച്ചവടത്തിന് കിട്ടുന്ന വരുമാനം മുഴുവനായി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനത്തെ അങ്ങേയറ്റം വിലമതിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഇവിടുന്ന് മാത്രമല്ല, നമ്മുടെ സാധാരണ ജനങ്ങളടക്കം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഹ്വാനമനുസരിച്ച് കച്ചവടക്കാർ, വ്യാപാരി വ്യവസായികൾ, ബസ്സുടമകൾ അങ്ങനെ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ഗവൺമെൻറ് ജീവനക്കാർ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വലിയൊരു ഭാഗം ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിനേശൻ ഈ പ്രവർത്തനങ്ങൾക്കൊരു മാതൃക കാണിച്ചിട്ടുള്ളത്. വിനോദൻ, ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.